എപ്പോഴെങ്കിലും ഉണ്ടല്ലോ മീനിൻ്റെ തലയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എൻ്റെ പൊന്നോ, സൂപ്പർ ടേസ്റ്റാണ്. ഏതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായിട്ട് ഇതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. അതൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയില്ലേ, അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അസലായിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴച്ചിയെടുക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്നങ്ങ് വാടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ അളവിൽ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് പേസ്റ്റാക്കി കൊണ്ടുവരാം കേട്ടോ. പിന്നുണ്ടല്ലോ അതൊക്കെ പേസ്റ്റാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കരിഞ്ഞു പോകും അല്ലെങ്കിൽ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വാട്ടിയെടുക്കാം. അപ്പോൾ തന്നെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്നങ്ങ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ തല ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അയക്കുറയുടെ തലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചാറൊക്കെ വെറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഇനി തല വാങ്ങിക്കുമ്പോൾ ഒന്ന് കറി വെച്ച് നോക്കണം. അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.